പാലക്കാട് ബിരിയാണിയുടെ കൂടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ പറയുന്നത് കുമ്പളങ്ങ മിഠായാണ്. അത് കഴിഞ്ഞാൽ സേമിയ പായസമാണ് ഉണ്ടാക്കുക. പക്ഷേ അതിൽ ഒരു വെറൈറ്റി ഉണ്ട്, നൊങ്ക് വെച്ചിട്ടുള്ള പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചൂടത്ത് ഇതുപോലെ ഒരു ബിരിയാണി കഴിച്ചിട്ട് നൊങ്ക് വെച്ചിട്ടുള്ള ആ പായസം കഴിക്കുമ്പോഴുള്ള ഒരു തണുപ്പുണ്ടല്ലോ, എൻ്റെ ശരീരത്തിനും മനസ്സിനും തണുപ്പ്, അതൊന്ന് വേറെ തന്നെയാണ്. ഇത് നമുക്കിതുപോലെ തൊലി കളഞ്ഞെടുക്കാം. വെള്ളമൊന്നും കളയണ്ട. ഞാനിതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അടിക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് 1 ലിറ്റർ പാലൊഴിച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് പകുതിയായിട്ട് കുറുക്കിയെടുക്കാം. അപ്പൊ പാൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ച് ഒരു കപ്പിലേക്ക് എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് അവിടെ കിടന്ന് കുറുവ. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. കുതിർന്നതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ പായസത്തിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. പഞ്ചസാര നല്ലപോലെ അരിഞ്ഞു വരണം. ഒരു ചീഞ്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 6 ഏലക്കയുടെ തരി ചേർത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് ഏകദേശം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കുക. കഴുകിയിട്ട് വേണം ചേർക്കാനായിട്ട്. അണ്ടിപ്പരിപ്പ് നല്ലപോലെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വെക്കണം. നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇപ്പം നമ്മുടെ പാല് കുറുക്കിയത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമ്മൾ നൊങ്ക് പീസാക്കിയത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം പോലെയായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പായസം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ആ പനന്നൊങ്കില്ലേ അത് കുറച്ചെടുത്ത് ഇച്ചിരി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ചെടുത്ത് ചെറിയ പീസായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തിക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ ചവ്വരിയില്ലേ, ചവ്വരി വേവിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കട്ടി കിട്ടും. പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്.